السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിൻ്റെ പൊഴി 52-ാം ദിവസം. നമ്മൾ ഒരു ക്രിയ പഠിച്ചു. ഫതഹ എന്ന ഒരു ക്രിയ പഠിച്ചു. അപ്പോൾ ക്രിയ എന്താണ് എന്നതാണല്ലേ വിഷയം. ക്രിയ എന്ന് പറഞ്ഞാൽ ആ ക്രിയയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് നാമം നോക്കാം. കാരണം നമുക്കറിയാമല്ലോ, ആദം അലൈഹിസ്സലാമയെ ആദ്യമായി അള്ളാഹ് പഠിപ്പിച്ചത് നാമങ്ങളെക്കുറിച്ചാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അപ്പം നാമം എന്താണെന്ന് നോക്കാം. നാമം എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, നാമം. അപ്പം നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശേഷണത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് നാമം എന്ന് പറയുന്നത്. നാമം. അപ്പം നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി. ഹിഷാമുൻ, താഴെ ഉദാഹരണം കൊടുത്തിട്ട് നോക്കുക. ഹിഷാമുൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയാണ്. മക്കത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലമാണ്. കലമുൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു വസ്തുവാണ്. അതേപോലെ ഒരു ആശയം, ഷർറുൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശയമാണ്, തിന്മ. അതേപോലെ ഒന്നിൻ്റെ വിശേഷണം, ഹാസിദുൻ എന്നത് ഒരു വിശേഷണമാണ്. ഹാസിദുൻ, അസൂയാലു. അതേപോലെ മഗ്ദൂബുൻ ഒരു വിശേഷണമാണ്. അതേപോലെ ഒരു പ്രവർത്തനം, ഹംദുൻ സ്തുതി അല്ലെങ്കിൽ സ്തുതിക്കൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഒരു പ്രവർത്തനമാണത്. അപ്പോൾ അതെന്താണ്, ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് ഹംദുൻ, സ്തുതി അല്ലെങ്കിൽ സ്തുതിക്കൽ. ദർബുൻ അടി അല്ലെങ്കിൽ അടിക്കൽ. അപ്പോൾ എന്താണ്, ഇതൊക്കെ നാമങ്ങളായിട്ടാണ് പരിഗണിക്കുക. ഇതൊക്കെ എന്താണ്, ദർബുൻ എന്ന് പറഞ്ഞത് ഒരു 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 വെർബല്ല അല്ലെങ്കിൽ ഒരു ഫെയിലല്ല, മറിച്ച് എന്താണ്, ദർബുൻ എന്ന് പറഞ്ഞത് ഒരു പ്രവൃത്തിയുടെ നാമമാണ്, ഒരു പ്രവർത്തനമാണത്. ദർബുൻ അടി അല്ലെങ്കിൽ അടിക്കൽ, ഹംദുൻ സ്തുതി അല്ലെങ്കിൽ സ്തുതിക്കൽ. ഇതെല്ലാം എന്താണ്, നാമങ്ങളാണ്. അതിപ്പോൾ ഒരു വ്യക്തിയുടെ, സ്ഥലത്തിൻ്റെ, വസ്തുവിൻ്റെ, ആശയത്തിൻ്റെ, ഒന്നിൻ്റെ വിശേഷണം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം, ഇതിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് നാമം എന്ന് പറയുന്നത്. അതേസമയം ഫിഅൽ അല്ലെങ്കിൽ വെർബ് നോക്കുക. ക്രിയ എന്ന് പറഞ്ഞല്ലോ, ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വെർബ് എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം എന്നർത്ഥം. എന്താണ് ഈ സമയബന്ധിതം എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക സമയത്തെ സൂചിപ്പിക്കുന്നുണ്ടാവും അത്. താഴെ ഉദാഹരണം നൽകുക. അപ്പം ഒന്നുകിൽ കഴിഞ്ഞ കാലത്തതായിരിക്കും, അല്ലെങ്കിൽ നടക്കുന്ന കാലത്തതായിരിക്കും, അല്ലെങ്കിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവി കാലത്തതായിരിക്കും. അങ്ങനെ അപ്പോൾ കഴിഞ്ഞ കാലത്തെയോ നടക്കുന്ന കാലത്തെയോ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവി കാലത്തെയോ സൂചിപ്പിക്കുന്ന പദമാണ്. അങ്ങനെ ഒരു സൂചന ഉള്ളതാണ് ഒരു ക്രിയ അല്ലെങ്കിൽ വെർബ് അല്ലെങ്കിൽ ഫിഅൽ എന്ന് അറിയപ്പെടുന്നത്. താഴെ ഉദാഹരണം നോക്കുക. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു. അപ്പോൾ അത് ഭാവിയിൽ നടക്കാൻ പോകുന്നതല്ല, മറിച്ച് ഇപ്പോൾ നടക്കുന്നതുമല്ല, മറിച്ച് എന്താണ്, അത് നേരത്തെ നടന്നു കഴിഞ്ഞതാണ്. അവൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് നടന്നു കഴിഞ്ഞതാണ്. അതേപോലെ ഹസദ, അവൻ അസൂയപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്. അപ്പം എന്താണ്, അത് നടന്നു കഴിഞ്ഞതാണ്. അത് ഭാവി കാലത്തെ അല്ല, നടക്കുന്ന കാലത്തേതുമല്ല, മറിച്ച് എന്താണ്, അത് നടന്നു കഴിഞ്ഞ കാലമാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോഴറിയാം. അതേപോലെ അഊദു, ഞാൻ അഭയം തേടുന്നു. അപ്പം എന്താണ്, അത് നടക്കുന്ന കാലത്തേതാണ്, നടന്നു കഴിഞ്ഞ കാലത്തേതല്ല, ഭാവി കാലത്തേതുമല്ല എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അഊദു, ഞാൻ അഭയം തേടുന്നു എന്നാണ്. അപ്പം എന്താണ്, അത് നടക്കുന്ന കാലത്തേതാണ്. അപ്പം നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ എന്താണ്, അത് ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭാവി കാലത്തെയും ആകാം, അതിപ്പോൾ നടക്കുന്ന കാലത്തെയും ആകാം. അപ്പോൾ ഭാവി കാലത്തെയോ നടക്കുന്ന കാലത്തെയോ സൂചിപ്പിക്കുന്ന പദമാണ് നഅ്ബുദു എന്നത്. അതേപോലെ ഇഹ്ദി എന്ന് പറഞ്ഞു. ഇഹ്ദി, നീ നയിക്കണമേ എന്നാണല്ലോ. ഇഹ്ദി, നീ നയിക്കണമേ. അപ്പം നീ നയിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ്, അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവർത്തനമാണ് ഇഹ്ദി. അപ്പോൾ പ്രാർത്ഥനാ പദങ്ങൾ, കൽപ്പനാ പദങ്ങൾ, ഇതെല്ലാം എന്താണ്, അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, അത് നടന്നു കഴിഞ്ഞ കാലമാണ്. ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല. അങ്ങനെ സമയബന്ധിതമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്
ഫിഅല് അല്ലെങ്കിൽ ഒരു 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 വെർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ക്രിയയാണ് ഫത്തഹ നാം പഠിച്ചത്. ഫത്തഹ അവൻ തുറന്നു എന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് അതേപോലെ ജഅല എന്ന വാക്ക് കൂടി പട്ടിക പറഞ്ഞ് പഠിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ മുഖേന വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും മുന്നിലിരിക്കുന്ന ആളോടും നെഞ്ചിന് നേരെയും ചൂണ്ടി പറയണം. ജഅല അവൻ ആക്കി, ജഅലു അവർ ആക്കി, ജഅൽത നീ ആക്കി, ജഅൽതും നിങ്ങൾ ആക്കി, ജഅൽതു ഞാൻ ആക്കി, ജഅൽന നാം ആക്കി, ജഅല അവൻ ആക്കി, ജഅലു അവർ ആക്കി, ജഅൽത നീ ആക്കി, ജഅൽതും നിങ്ങൾ ആക്കി, ജഅൽതു ഞാനാക്കി, ജഅൽന നാം ആക്കി. അപ്പം ഈ പട്ടിക പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പട്ടിക പഠിപ്പിക്കുമ്പോൾ എന്താണോ പട്ടികയിൽ പഠിപ്പിച്ചത് അത് നിർബന്ധമായും എഴുതി അസൈൻമെൻറ്റ് നമ്പറിലേക്ക് ഇടണം. ഒന്ന്. രണ്ടാമത് ഇത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ജഅല അവൻ ആക്കി, ജഅലു അവർ ആക്കി, ജഅൽത നീ ആക്കി, ജഅൽതും നിങ്ങളാക്കി, ജഅൽതു ഞാനാക്കി, ജഅൽന നാം ആക്കി. അപ്പം ഇതിങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് പഠിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 6 എണ്ണം അർത്ഥസഹിതം പറയും, പിന്നീട് അത് അർത്ഥം അറബി മാത്രം പറയും, പിന്നീട് നമ്മൾ ഒരു 6 എണ്ണം കൂടെ പഠിക്കും. അപ്പം ആദ്യം 6 എണ്ണം അർത്ഥസഹിതം ഒറ്റ ശ്വാസത്തിൽ പഠിക്കും, പിന്നീട് 6 എണ്ണം കൂടെ പറയുമ്പോഴത്തേക്ക് 12 എണ്ണം നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പറയും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോന്ന് കൂട്ടി 21 എണ്ണം ഒറ്റ ശ്വാസത്തിൽ പറയാനുള്ള പ്രാക്ടീസാണിത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളിത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ 21 എണ്ണം തീരുന്നതാണ് അതിൻ്റെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗം, ഒരു ഖണ്ഡം 21 രൂപം അടങ്ങുന്നതാണ്. അപ്പോൾ 21 രൂപവും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് പഠിക്കുക എന്നത് ഈ കോഴ്സിൻ്റെ, ഈ 2-2.5 വർഷത്തെ കോഴ്സിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായിരുന്നാലും 21 രൂപങ്ങളും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് ശീലിച്ചിരിക്കണം, നിർബന്ധമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജഅല അവനാക്കി, ജഅലു അവറാക്കി, ജഅൽത നീയാക്കി, ജഅൽതും നിങ്ങളാക്കി, ജഅൽതു ഞാനാക്കി, ജഅൽന നാം ആക്കി, എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നീട് അറബി മാത്രം പറയണം. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന, അല്ലേ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫത്തഹയും ജാലയും ഒരുമിച്ച് പറയാം. ഫത്തഹ അവൻ തുറന്നു, ഫത്തഹു അവർ തുറന്നു, ഫത്തഹത്ത നീ തുറന്നു, ഫത്തഹത്തും നിങ്ങൾ തുറന്നു, ഫത്തഹത്തു ഞാൻ തുറന്നു, ഫത്തഹന നാം തുറന്നു. ജഅല അവനാക്കി, ജഅലു അവറാക്കി, ജഅൽത നീയാക്കി, ജഅൽതും നിങ്ങളാക്കി, ജഅൽതു ഞാനാക്കി, ജഅൽന നാം ആക്കി. അപ്പോൾ ഫത്തഹ പറഞ്ഞപ്പോഴും ജഅല പറഞ്ഞപ്പോഴും അതിൻ്റെ പൊതു സ്വഭാവം നമ്മൾ നോക്കുക. ഫത്തഹ ഫത്തഹു, അതേപോലെ ജഅല ജഅലു, ജഅല അവനാക്കി, ജഅലു അവറാക്കി, ജഅൽത നീയാക്കി, ജഅൽതും നിങ്ങളാക്കി, ജഅൽതു ഞാനാക്കി, ജഅൽന നാം ആക്കി. അപ്പോൾ ഇതിലെന്താണ് ഇന്നത്തെ പാഠത്തിൽ എഴുതിയിടേണ്ടത്? ജഅല അവനാക്കി, ജഅലു അവറാക്കി, ജഅൽത നീയാക്കി, ജഅൽതും നിങ്ങളാക്കി, ജഅൽതു ഞാനാക്കി, ജഅൽന നാം ആക്കി. ഇത്രയും നിർബന്ധമായും എഴുതിയിട്ട് ഇടണം. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. പഠിക്കുക, പ്രവർത്തിക്കുക, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. ബില്ലാഹി തൗഫീഖ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.